നമസ്കാരം. നമുക്കൊരു പഴുത്ത മാങ്ങ കറി വെച്ചാലോ. അപ്പം ഞാൻ മാങ്ങയെല്ലാം നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ മാങ്ങ എല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൊനയൊന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. എല്ലാം ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ഈ 3 മാങ്ങായി ഇതിൻ്റെ ഇത് ഒന്ന് പിഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇതിനെ പിഴിഞ്ഞെടുക്കും. ഇതിൻ്റെ നീരെല്ലാം പിഴിഞ്ഞെടുക്കും. അപ്പം നമുക്ക് ഈ 2 മാങ്ങായും കൂടി ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് ഞെരടിയെടുക്കും. നമുക്ക് എന്നിട്ട് ഇച്ചിരി ഒരു പാത്രം വെള്ളവും 2 പച്ചമുളകും ഇച്ചിരി കരിവേപ്പിലയൊക്കെ കൂടി ഇട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കും. അപ്പം ഞാനിത് ഒരു യൂട്യൂബിൽ ഒരാൾ ഒരു കൂട്ടർ വെക്കുന്ന കണ്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇന്ന് ഈ പഴുത്ത മാങ്ങ കറി വെക്കാൻ പോകുന്നത്. അപ്പം 4 പച്ചമുളകും ഇതിനകത്തോട്ടിടാം. 4 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് വേവട്ടെ. ഉപ്പും കൂടിട്ടാം. അപ്പം നമുക്ക് ഈ മാങ്ങയ്ക്ക് മധുരം മതിയില്ലെങ്കിൽ നമുക്ക് ഇത്രയും കഷ്ണം ഉണ്ടയും കൂടി അതുകൂടെ കിടന്ന് വേവട്ടെ. ഇത്രയും 3 ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ച് ചേർക്കാം. ഈ തേങ്ങ മഷി പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരും. നമ്മുടെ പുളിശ്ശേരി ഒന്ന് തുറന്ന് നോക്കാം. നമുക്കൊരു തവി ഇട്ടൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ പുളിശ്ശേരി എല്ലാം മാങ്ങ എല്ലാം നല്ലതായിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇടാം. അപ്പം നമുക്ക് ശകലം വെള്ളത്തിൽ ഇത് കഴുകി ഇതിനകത്തോട്ട് ഒഴിക്കും. നമ്മൾ അരപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പുളിശ്ശേരിയുടെ ഈ തേങ്ങ ഒന്ന് വേവുന്നത് വെയിറ്റ് ചെയ്യും. അവിടെ ഇരിക്കും. അരപ്പ് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അരപ്പെല്ലാം നല്ല റെഡിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഇച്ചിരി കുറച്ച് വെച്ചു. ഇതിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പുണ്ട്. നമ്മൾ മറ്റേ ഉണ്ടയിട്ടോണ്ട് നല്ല മധുരമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വെള്ളം ചേർക്കാത്ത 1/2 കിലോ തൈര് അപ്പോൾ അത് ഇതിനകത്തോട്ട് ഒഴിക്കും. അപ്പം നമ്മുടെ പുളിശ്ശേരി എല്ലാം നല്ല റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊന്ന് വാങ്ങി വെക്കാം. എന്ന് വെച്ചാൽ മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടും അടുപ്പേ വെക്കരുത്. അപ്പം നമ്മുടെ മോരൊഴിച്ച് പുളിശ്ശേരിയെല്ലാം നമ്മൾ തൈരൊക്കെ ഒഴിച്ച് നല്ല കുറുകുറാന്നുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി. ഇനി നമുക്ക് ഇതിനൊന്ന് കടുക് വറുത്തിടാം. വറ്റൽമുളകിന് ഞാൻ പോയില്ല. ഞാനൊരു കൊച്ചുള്ളി ഇങ്ങനെ അരിഞ്ഞ് കടുക് വറക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകില്ല. ഇനി അതിൻ്റെ അപ്പുറത്ത് പോകണത്. അതുകൊണ്ട് എനിക്ക് വയ്യ. അങ്ങോട്ട് ഇച്ചിരി ഏറെ നടക്കണം. അത് കാരണം ഞാൻ പോയില്ല. ഞാൻ ഇച്ചിരി കരിയാപ്പിൽ ഒരു ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ട് അതിട്ട് മൂപ്പിച്ചറിയാം. വറ്റൽമുളക് ഇട്ട് വേണം കടുക് വറക്കണം. എന്നാലേ ആ കറിക്കൊരു രുചി കാണത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പം ഞാൻ പിന്നെ പുളിശ്ശേരിയെല്ലാം നല്ല റെഡിയായി. മാമ്പഴ പുളിശ്ശേരിയെല്ലാം റെഡിയായി. ഇനിയിപ്പം നമുക്ക്
ഒരു തീയലൂടെ വെക്കണം. ഇപ്പോൾ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഉച്ചക്കാലത്തെ ജോലിയൊക്കെ ആയിരിക്കും, എല്ലാവരുടെയും ജോലി നടക്കട്ടെ. അപ്പം ഓക്കെ, ബൈ.